പത്തനംതിട്ട മണിയാർ ബാരേജിന്റെ കാലപ്പഴക്കം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട മണിയാർ ബാരേജിന്റെ കാലപ്പഴക്കം ചെന്ന ഷട്ടറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിൽ ജലസേചന വകുപ്പിന് ഗുരുതര വീഴ്ച. സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകി 2 വർഷമാകുമ്പോഴും ഷട്ടറുകളിൽ ഒരെണ്ണം പോലും മാറ്റി സ്ഥാപിച്ചിട്ടില്ല. വലിയ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മഴ കാലത്ത് ബാരേജ് നിറഞ്ഞാൽ ജലനിരപ്പ് ക്രമീകരിച്ച് പ്രളയക്കെടുതി ഒഴിവാക്കാൻ 5 ഷട്ടറുകളും കൃത്യമായി തുറക്കണം. എന്നാൽ 5 എണ്ണത്തിന്റെയും അവസ്ഥ പരിതാപകരമാണ്. 1ഉം 3ഉം ഷട്ടറുകൾ ഉയർത്തണമെങ്കിൽ ജീവനക്കാർ പെടാപ്പാട് പെടണം. 2, 4 ഷട്ടറുകൾക്ക് വലിയ കുഴപ്പമില്ല. 5ാമത്തെ ഷട്ടർ തെന്നി മാറി ഒരു വശത്തേക്ക് പോയി. തുറക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. കാലപ്പഴക്കം ചെന്ന് 5 ഷട്ടറുകളും അടിയന്തരമായി മാറ്റി പുതിയത് സ്ഥാപിക്കാൻ പ്രളയശേഷം തീരുമാനമെടുത്തതാണ്. ഒടുവിൽ 2022 ജൂലൈയിൽ കൊൽക്കത്ത ആസ്ഥാനമായ സ്വകാര്യ കമ്പനിക്ക് 6 കോടി ചെലവിൽ കരാർ നൽകി. എന്നാൽ ഷട്ടർ ഗേറ്റുകൾ മണിയാറിൽ എത്തിച്ചതെന്നല്ലാതെ ഒരു പണിയും നടന്നില്ല. വീണ്ടും ഒരു മഴക്കാലം എത്തുമ്പോൾ പഴകിയ ഷട്ടറുകൾ വെച്ചു തന്നെ ഉദ്യോഗസ്ഥർക്ക് ജലനിരപ്പ് ക്രമീകരിക്കേണ്ട ദുരന്താവസ്ഥ. ഒപ്പം ജനങ്ങളും കടുത്ത ആശങ്കയിലാണ്. പമ്പ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച മണിയാർ ബാരേജിലേക്ക് 2 സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളിലെ വെള്ളം കൂടിയെത്തും. അതിതീവ്ര മഴ വന്നാൽ അത്ര പെട്ടെന്ന് കാലപ്പഴക്കം ചെന്ന ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കാൻ പറ്റുമോ എന്നാണ് ആശങ്ക. കരാറെടുത്ത കമ്പനിയെ കൊണ്ട് തന്നെ ഉടൻ അറ്റകുറ്റപ്പണി നടത്തും. ഓഗസ്റ്റിൽ പുതിയ ഷട്ടറുകൾ സ്ഥാപിക്കും. ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് ഉദ്യോഗസ്ഥ വിശദീകരണം. കരാറുകാരനെ കൊണ്ട് കൃത്യമായി ജോലികൾ പൂർത്തിയാക്കാതെ ജലസേചന വകുപ്പിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് നിസ്സംശയം പറയേണ്ടി വരും.